അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. ഇനി സൂറത്ത് അഅലയുടെ അവസാനത്തിലുള്ള 16, 17, 18, 19 ആയത്തുകളാണ്. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസ. പക്ഷേ മനുഷ്യൻ്റെ പൊതുവായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് ഇവിടെ ഖുർആൻ വിവരിക്കുകയാണ്. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ, എന്നാൽ നിങ്ങൾ ചെയ്യണത് എന്താണ്? നിങ്ങൾ പരലോകത്തെ മറന്നുകൊണ്ട് ഭൗതിക ജീവിതത്തിന് പ്രാമുഖ്യം കൽപ്പിച്ചു കളയുന്നു. തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ശാശ്വതമായിട്ടുള്ളതും അത്യുത്തമമായിട്ടുള്ളതും പരലോക ജീവിതമാണ്. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ. പരലോകമാണ് അബ്ഖാ, ഖൈർ ഉത്തമവും, വ അബ്ഖാ ശാശ്വതമായിട്ടുള്ളതും. ഇത് പറഞ്ഞുകൊണ്ട് ഖുർആൻ തുടർന്ന് പറയുന്നത്, ഇത് ഈ ഖുർആനിലൂടെ മുഹമ്മദ് നബിയിലൂടെ മാത്രം ഉത്ബോധിപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമല്ല. പൂർവ്വവേദങ്ങളിലും ഇതേ കാര്യം മനുഷ്യർക്ക് നിർദ്ദേശമായി നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസ. പൂർവ്വവേദങ്ങളിലുള്ള കാര്യമാണിത്, ഇബ്രാഹിമിൻ്റെയും മൂസയുടെയും വേദങ്ങളിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. ഇവിടെ ജബ്ബാർ പറയുന്ന രണ്ട് സംഗതി. ഒന്ന്, ഇവിടെയാണ് നമ്മൾക്ക് കുറച്ച് ചർച്ച ചെയ്യാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് ജബ്ബാർ തുടങ്ങുന്നത്. ജബ്ബാർ പറഞ്ഞത് മനുഷ്യൻ്റെ ജീവിതം തുടങ്ങുന്നത് ഈ ലോകത്തല്ല, അത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്നാൽ ജനിച്ചത് മുതൽക്കാണ് മനുഷ്യൻ്റെ ജീവിതം തുടങ്ങുന്നത്. അത് മരണം വരെ നീണ്ടു നിൽക്കും, പിന്നെ അങ്ങനെ ഒരു ജീവിതമില്ല എന്നതാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ യുക്തിവാദികളും പരലോക നിഷേധികളും ദൈവനിഷേധികളുമായിട്ടുള്ള ആളുകൾ പറയുന്നത്. അത് വസ്തുതയാണ്, അവരങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് ജബ്ബാർ പറഞ്ഞത്, ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാമിൽ ഭൗതിക ജീവിതത്തിനൊരു പ്രാധാന്യമില്ല, അത് തീർത്ത് അവഗണിച്ച് കളയണം എന്നുള്ളവർക്ക് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി, തൊഴിൽപരമായി അങ്ങനെ കുറേ കാര്യങ്ങൾ എണ്ണിപ്പെറുക്കി പറയുന്നുണ്ട് ജബ്ബാർ. ഇവിടെയൊക്കെ മുസ്ലിങ്ങൾ പിന്നാക്കം പോയിട്ടുള്ളത്. അപ്പോൾ പരലോക ജീവിതം എന്നാണോ അവർ ഒഴിവാക്കുന്നത്, അന്നേ മുസ്ലിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ, പുരോഗമിക്കാൻ കഴിയുള്ളൂ എന്നാണ്. എന്നിട്ട് പറയുന്നത്, ഈ ഞാൻ വായിച്ചെടുത്തോളം, എൻ്റെ അറിവിൽ വെച്ചപ്പെട്ടിടത്തോളം പൂർവ്വവേദങ്ങളിൽ ഇങ്ങനെ ഒന്നില്ല. ഒന്നാമതായിട്ട് ഇബ്രാഹിം നബിക്ക് വേദം തന്നെ ഇല്ല എന്ന് നിഷേധിക്കുകയാണ് ജബ്ബാർ ചെയ്യുന്നത്. അപ്പോൾ ജബ്ബാർ സർവജ്ഞനാണോ അതോ അല്പജ്ഞനാണോ എന്നുള്ളതാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. ലോകത്ത് എന്തൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ചരിത്രം തുടങ്ങുന്നതിൻ്റെ മുമ്പേ മനുഷ്യനുണ്ട്. ചരിത്രം തുടങ്ങാറുള്ള ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം, അതിന് കുറച്ച് കൊല്ലമേ ആയിട്ടുള്ളൂ. അതിൻ്റെ മുമ്പേ മനുഷ്യരിവിടെ ജീവിച്ചു പോരുന്നുണ്ട്. ഈ മനുഷ്യരുടെ ജീവിതത്തിൽ ഓരോ പ്രദേശങ്ങളിലും ഓരോ സമൂഹങ്ങളിലും എന്തൊക്കെ നടന്നില്ല, ആരൊക്കെ എവിടെയൊക്കെ പ്രവാചകന്മാരായി നിയുക്തരായില്ല, ആർക്കൊക്കെ ദൈവികമായിട്ടുള്ള വേദങ്ങൾ ലഭിച്ചില്ല, ആ വേദങ്ങൾ ആരൊക്കെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്തില്ല, ആരൊക്കെ അതിൽ കൃത്രിമങ്ങൾ കാണിച്ചു, കടത്തിക്കൂട്ടി, വെട്ടിച്ചുരുക്കി, ഇത്തരത്തിലുള്ള സംഗതികൾ മനുഷ്യൻ എന്നുള്ള ആൾക്ക് ഇനിയിപ്പോൾ അയാൾ 10,000 കൊല്ലം ജീവിച്ചു നോക്കുക, എന്നാൽ പോലും അയാൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം മനുഷ്യൻ്റെ അറിവിന് പരിധി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിധി, തൻ്റെ അറിവിന് പരിമിതി ഉണ്ട് എന്നുള്ള സംഗതി ബോധ്യമില്ലാത്ത അല്പജ്ഞനായിട്ടുള്ള മനുഷ്യന് ഖുർആനെ പോലുള്ള ദൈവികമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് അസംഭവ്യമായിട്ട് അല്ലെങ്കിൽ അസത്യമായി തോന്നും. അത് അയാളുടെ മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണ്. അല്ലാതെ വസ്തുത വിരുദ്ധമായ സംഗതി ഖുർആൻ പറഞ്ഞതുകൊണ്ടല്ല. ഖുർആൻ പറയുന്നത് തീർത്തും വസ്തുതയാണ്. മനുഷ്യന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ അവൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം, എഴുതപ്പെടാത്ത ചരിത്രം എന്ന് പറഞ്ഞൊന്നുണ്ടല്ലോ. ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും മനുഷ്യന് അറിയാൻ കഴിയില്ല. ആകെയുള്ള എന്താണ് പരിണാമം നടന്നിട്ടുണ്ടോ പോലുള്ള
അല്ലെങ്കിൽ ഏതോ ചില പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട പുരാവസ്തുക്കളിൽ നിന്ന് അത് വായിക്കാൻ കഴിയുന്നതിൽ നിന്ന് മനുഷ്യൻ അനുമാനിച്ചെടുക്കുന്ന ചില അനുമാനങ്ങൾ മാത്രമാണ്. ഈ അനുമാനങ്ങൾ പോലും പലപ്പോഴും തെറ്റാനുള്ള സാധ്യതയുണ്ട്. തീർത്ത് വായിച്ചെടുക്കപ്പെടുന്നതൊക്കെ ശരിയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അല്പജ്ഞനായിട്ടുള്ളൊരു മനുഷ്യൻ പറയാണ് ഇബ്രാഹിം നബിക്ക് അങ്ങനെ വേദം തന്നെ ഇല്ലായിരുന്നു പറഞ്ഞാൽ, ഇബ്രാഹിം നബി പറഞ്ഞാൽ പ്രവാചകൻ വന്നിട്ടുണ്ടായിരുന്നുവോ? ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് ഇബ്രാഹിം നബി പറഞ്ഞാൽ പ്രവാചകൻ തന്നെ അല്ലല്ലോ. മൂസാ നബിയും ഇല്ല, ഇബ്രാഹിം നബിയും ഇല്ല. കാരണം അല്ലാത്തവർക്ക് പിന്നെ എന്ത് പ്രവാചകൻ, എന്ത് വേദം? അപ്പോൾ ഇവിടെ ഈ യുക്തിവാദികൾ പിന്നെ തങ്ങളുടെ മനോഗതമനുസരിച്ച് എന്ത് പറയുന്നു എന്നുള്ളതല്ല വസ്തുത വേറെയാണ്. അല്പജ്ഞനായിട്ടുള്ള യുക്തിവാദി അടക്കമുള്ള മനുഷ്യന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അറിവിൻ്റെ മഹാസാഗരങ്ങൾ എന്ന് തന്നെ ഈ പ്രപഞ്ചത്തിൽ, ലോകത്ത്, ഭൂമിയിൽ, മനുഷ്യ ചരിത്രത്തിലൊക്കെ എമ്പാടും ഉണ്ട്. പക്ഷെ അത് കണ്ടെടുക്കാൻ മനുഷ്യന് ഇന്നും കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെയാണ് ഇബ്രാഹിം നബിക്ക് അങ്ങനെ ഒരു വേദം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റൂല. പിന്നെ തൗറാത്ത്, ഇഞ്ചീൽ, അതായത് പൂർവ്വവേദങ്ങളിൽ ഞാൻ വായിച്ചെടുത്തോളം എനിക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് പൂർവ്വവേദങ്ങളിൽ നരകസ്വർഗങ്ങളെ സംബന്ധിച്ച് പരാമർശം ഉണ്ടെന്നെങ്കിലും ജബ്ബാർ അംഗീകരിക്കോ? അതും അംഗീകരിക്കില്ല എന്നാണെങ്കിൽ നാളെ അയാൾ ഒരു വേദവും വായിച്ചിട്ടില്ല എന്നേ പിന്നെ പറയാൻ പറ്റുള്ളൂ. ഹിന്ദു വേദങ്ങളിൽ അവിടെ സ്വർഗനരകങ്ങളെ സംബന്ധിച്ച പരാമർശമുണ്ട്. അതുപോലെ തന്നെ ബൈബിൾ പഴയ നിയമത്തിൽ സ്വർഗനരകങ്ങളെ സംബന്ധിച്ച് പരാമർശമുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചീൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പിന്നെ സുവിശേഷം എന്ന് പറയുന്ന പുതിയ വേദത്തിൽ, പുതിയ നിയമത്തിൽ അവിടെയുണ്ട് സ്വർഗനരകങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശം. പക്ഷെ ഖുർആനിൽ പറഞ്ഞതുപോലെ വിശദമായിട്ട് അവിടുന്ന് കിട്ടുമെന്ന് വെച്ചാൽ കിട്ടില്ല. അതിന് കാരണം പറഞ്ഞു കഴിഞ്ഞു. അതിൽ പണ്ഡിതന്മാർ, പുരോഹിതന്മാർ പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. പലതും പിന്നെ നിലവിലുള്ള ബൈബിളിൻ്റെ അവസ്ഥ എന്താ? അത് മൂസാ നബിയുടെ വേദമാണ്, അള്ളാഹു കൊടുത്ത തൗറാത്താണെന്ന് പറയാൻ പറ്റുമോ? അള്ളാഹു കൊടുത്ത തൗറാത്താണെങ്കിൽ പിന്നെ മൂസാ നബി മരിച്ചതടക്കം എങ്ങനെ അതിൽ രേഖപ്പെടുത്തുക? അങ്ങനെയുള്ള തൗറാത്ത് ഇന്നത്തെ ബൈബിൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. മൂസാ നബി എഴുതിയുണ്ടാക്കിയത് എന്ന് പറയുന്ന പുസ്തകങ്ങളിലാണ് മൂസാ നബി മരിച്ചതും അദ്ദേഹത്തെ മറമാടിയിട്ടുള്ളതും ഒക്കെ കാര്യങ്ങൾ പറയുന്നത്. പുതിയ നിയമത്തിലാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം വരെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പരാമർശങ്ങൾ തന്നെ വ്യക്തമാണ്. ഇതൊന്നും യഥാർത്ഥത്തിൽ ഈ പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്ത വേദമല്ല. അള്ളാഹു കൊടുത്ത വേദങ്ങളിലെ ചില പരാമർശങ്ങൾ അതിലുണ്ട് എന്നുള്ളത് ശരിയാണ്. അതോടൊപ്പം തന്നെ പുരോഹിതന്മാർ കൂട്ടിക്കടത്തിയിട്ടുള്ള പലതും ഇതിലൊക്കെ ഉണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആന് ഇവിടെ തെര്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ സത്യപ്പെടുത്തുന്ന കാര്യം ഈ മൗലികമായിട്ടുള്ള സത്യം ഈ വേദങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ആ സത്യം ഇന്നും ഈ വേദങ്ങൾ വായിക്കുന്ന ഏത് നിഷ്പക്ഷ ബുദ്ധിക്കും കുശാഗ്ര ബുദ്ധിക്കും എന്ന് വേണ്ട അല്പമൊക്കെ വായനാശീലമുള്ള ഏത് മനുഷ്യനും കണ്ടെത്താൻ കഴിയും ചെയ്യും. അപ്പോൾ അതിനെപ്പോലും നിഷേധിക്കുകയാണ് ഇവിടെ ജബ്ബാർ പറയുന്നത്. ഖുർആനോടുള്ള അയാളുടെ കലിപ്പ് തീർത്താ തീരാത്ത ഒന്നാണ്. അതുകൊണ്ടാണ് അയാളിങ്ങനെയൊക്കെ പറയുന്നത്. പിന്നുള്ളത് മുസ്ലിങ്ങൾ പിന്നോക്കം പോകാൻ കാരണം പരലോക വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ഒന്നാമതായിട്ട് ഈ ലോകത്തിനൊരു പ്രാധാന്യം കൽപ്പിക്കേണ്ടെന്ന് ഖുർആൻ പറഞ്ഞു എന്നുള്ളതിൻ്റെ ശുദ്ധ അസംബന്ധമാണ്. കാരണം ഖുർആന് മനുഷ്യനോട് പറയുന്നത് നീ ഭൂമിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിലെ സുഖപ്രദമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള കരുക്കൾ നീ ഒരുക്കിയെടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഭൗതിക ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം, അതായത് ജീവിത വിഭവങ്ങൾ തേടിപ്പോകണം. നമസ്കരിച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങൾ അവിടെ ഇരിക്കല്ല വേണ്ടത്. ഇദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഭൂമിയിൽ വ്യാപരിച്ചു കൊള്ളണം. എന്നിട്ട് ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളിലില്ലാ, അള്ളാഹുവിൻ്റെ ഔദാര്യം തേടിപ്പിടിക്കണം എന്നാ. മാത്രമല്ല ഖുർആൻ്റെ ഒരു ചോദ്യമുണ്ട് സൂറത്ത് അറാഫിൽ, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലത്തി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാത്തി മിനർ റിസ്ഖ് എന്നാ. അള്ളാഹു അവൻ്റെ അടിയാറുകൾക്ക് ഉൽപ്പാദിപ്പിച്ചു കൊടുത്ത സൗന്ദര്യവും നല്ല വിഭവങ്ങളും ഒക്കെ അവർക്ക് നിഷിദ്ധമാക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? അപ്പോൾ ഖുർആൻ ഒരിക്കലും തന്നെ, അല്ലെങ്കിൽ ഇസ്ലാം ഒരിക്കലും തന്നെ മനുഷ്യനോട് ഈ ഭൂമിയിലല്ല നിൻ്റെ ജീവിതം, അത് പരലോകത്ത് മാത്രമാണ് എന്നല്ല പറഞ്ഞത്. നിനക്ക് ഈ ഭൂമിയിൽ ജീവിതമുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ആ ജീവിതം ഭാസുരമാക്കാൻ, സുന്ദരമാക്കിയെടുക്കാൻ പണിയെടുക്കണം, അധ്വാനിക്കണം, സമ്പത്തുണ്ടാക്കണം, വിജ്ഞാനം നേടണം.
അത് തലമുറയെ പഠിപ്പിക്കണം, അവർക്ക് കൂടി ജീവിക്കാൻ പാകത്തിനുള്ള സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം എന്നൊക്കെ തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. അതോടൊപ്പം ഈ ജീവിതം മാത്രമേ നിനക്കുള്ളൂ എന്നുള്ള തെറ്റായ ധാരണകൾ നിനക്കുണ്ടാകാൻ പാടില്ല. അത് നിന്നെ ദുർമാർഗത്തിലേക്ക്, മാർഗച്യുതിയിലേക്കാണ് നയിക്കുക. നിനക്കൊരു പരലോക മരണത്തിന് ശേഷം മറ്റൊരു ജീവിതവും കൂടി ഉണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടിയായിരിക്കണം നീ മുന്നോട്ട് പോകണത്. അപ്പോൾ പ്രാധാന്യം നൽകേണ്ടത് എന്തിനാണ്? ഒരു സംഗതിക്ക് പ്രാധാന്യം നൽകുന്നതും ആ സംഗതി തീരെ കയ്യൊഴിക്കുന്നതും രണ്ട് സംഗതിയാണ്. ഇവിടെ ഖുർആൻ പറയുന്നത് ഭൗതിക ജീവിതത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, പരലോക ജീവിതത്തിനാണ്. പരലോക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോഴേ നിനക്ക് ഈ ഭൂമിയിലെ ജീവിതം പോലും ധാർമ്മിക നിഷ്ഠയോടുകൂടി നിനക്കും മറ്റു മനുഷ്യർക്കും പ്രയോജനപ്രദമായ, അനീതിയില്ലാത്ത, അക്രമരഹിതമായിട്ടുള്ള ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. മറിച്ച് നീ ഭൗതിക ജീവിതത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും പരലോകത്തെ അവഗണിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ആകെ സംഗതികൾ അട്ടിമറിയും. ഇതാണ് ഖുർആൻ ഇവിടെ വൽ തുസിറൂനൽ ഹയാത്ത ദുന്യ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ എന്നതിലൂടെ മനുഷ്യനെ തെര്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇതിനെ നേർ വിപരീതമായിട്ടാണ് ജബ്ബാർ മനസ്സിലാക്കിയതല്ല, മനസ്സിലാക്കിക്കാൻ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം ഖുർആൻ വായിക്കണ ഒരാൾക്ക് ഇത് ബോധ്യമാവുമല്ലോ. അപ്പോൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ജബ്ബാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കോപ്രായങ്ങൾ യഥാർത്ഥത്തിൽ ഖുർആൻ്റെ അധ്യാപനമല്ല, അത് ജബ്ബാർ ഖുർആനെ വിമർശിക്കാൻ വേണ്ടി കണ്ടെത്തിയിട്ടുള്ള ചില ദുഷ്ടബുദ്ധിയിൽ നിന്ന് ഉത്ഭൂതമായിട്ടുള്ള ചില തെറ്റായിട്ടുള്ള നിഗമനങ്ങളും അതിനനുസരിച്ചുള്ള ചില കോപ്രായങ്ങളുമാണ് ജബ്ബാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ലാതെ ഖുർആൻ ഒരിക്കലും തന്നെ ഭൗതിക ജീവിതത്തെ അവഗണിക്കാനല്ല പറഞ്ഞത്, അതിനെ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിനെ പരിഗണിക്കുമ്പോൾ തന്നെ പരലോക ജീവിതത്തിന് കൂടി മുൻഗണന കൊടുത്തുകൊണ്ട് അവിടെ കൂടി നിനക്ക് രക്ഷപ്പെടാൻ പാകത്തിലായിരിക്കണം നിൻ്റെ ഭൗതിക ജീവിതത്തെ നീ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് എന്നാണ്. പിന്നെ മുസ്ലിങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും മറ്റുമൊക്കെ പിന്നാക്കം പോയി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ചരിത്രം പറയുന്ന വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ട് കാര്യമില്ല ജബ്ബാറേ. അതൊക്കെ നിൻ്റെ മനസ്സിലവിടെ വെച്ചാൽ മതി. ചരിത്രം സാക്ഷിയാണ്. മുസ്ലിങ്ങൾ ഈ ലോകത്ത് ഇന്ന് കാണുന്ന നേട്ടങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള നേട്ടങ്ങളുടെയൊക്കെ അടിത്തറ പാകിയിട്ടുള്ളത് ആരാണെന്നുള്ളത് അത് ചരിത്രം വിളിച്ച് പറയുന്നുണ്ട്. അത് നിഷേധിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല, എന്നെപ്പോലുള്ള ആളുകൾ നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. ലോകത്ത് അറിവും വിവരമുള്ള ആളുകൾ അവർ അത് തെളിയിച്ച് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല അമുസ്ലിങ്ങളും അത് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ദുർന്യായങ്ങൾ പറഞ്ഞ് അസത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ, ഖുർആനിനെ തകർത്ത് കളയാമെന്നുള്ള യാതൊരു വ്യാമോഹവും വെച്ച് പുലർത്തേണ്ട. ആ വ്യാമോഹം വൃഥാമോഹമായി മാറുകയേ ഉള്ളൂ. നീ ആ രംഗത്ത് പരാജയപ്പെടുകയുള്ളൂ. ഖുർആൻ അപ്പോഴും ജ്വലിച്ചു നിൽക്കും എന്നാണ് ജബ്ബാറിനെ പോലുള്ള ആളുകളോട് നമ്മൾക്ക് പറയാനുള്ളത്.